മൗല കോഗ്നിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവനകളും പിന്നെ മറ്റൊരു വീഡിയോ അജ്മീർ ദർഗയിലുള്ള ചില ആത്മീയ സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ പൊതുവെ സൂഫികളെ വിമർശിക്കുന്നവരാണ്. അത് ആധ്യാത്മികമായിട്ടുള്ള ഇസ്ലാമിൻ്റെ ആത്മീയ തട്ടിപ്പാണ്. അതേപോലെ ഷിർക്ക്, ദർഗകളിലൊക്കെ ഷിർക്ക് ചെയ്യുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഈ സലഫി ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു പൊതുവെയുള്ള തീവ്ര നിലപാടാണ് ലോകത്തൊക്കെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണം, ഖിലാഫത്ത് സ്ഥാപിക്കണം എന്നൊക്കെ പറയുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട്, അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ, അതായത് സത്യവും അസത്യവും നിങ്ങൾ കൂട്ടിക്കുവയ്ക്കരുത്, സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതാണ് ഈ ആത്മീയ ചൂഷണം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും സലഫിസ്റ്റുകളും ചെയ്യുന്നത്. അവർ സത്യവും അസത്യവും കൂട്ടിക്കുവയ്ക്കുക ചെയ്യുന്നത്. ഇസ്ലാമിക ഭരണം വേണം എന്നൊക്കെ ഇസ്ലാമിലുണ്ട്. അതൊന്നും ആധ്യാത്മികമായിട്ടുള്ള ഭരണമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ലോകം മുഴുവൻ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ഇസ്ലാമിൽ എവിടെയും കൽപ്പിച്ചിട്ടില്ല. ഇസ്ലാമികമായിട്ടുള്ള, അതായത് യാതൊരുവിധ ഭരണക്രമവും ഇല്ലാത്ത അറേബ്യയിൽ അരാജകത്വം കൊടികൊണ്ട് വാണുന്ന, ഗോത്രഭരണവും അരാജകത്വവും കൊടികുത്തി വാണ അറേബ്യയിൽ അവിടെ പ്രത്യേകിച്ചൊരു ഭരണവ്യവസ്ഥ ഇല്ലായിരുന്നു. അതില്ലാത്തത് കൊണ്ട് അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ ഒരു ഭരണം സ്ഥാപിക്കുകയും അതിന് ഇസ്ലാമികമായിട്ടുള്ള നിർദ്ദേശങ്ങളും ചട്ടക്കൂടുകളും അതിനുണ്ടാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ ഇസ്ലാമിക ഭരണം വന്നത്. അതായത് ഭൗതികമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ ഉണ്ടാക്കാൻ കാരണം അവിടെ പ്രത്യേകിച്ചൊരു സ്റ്റേറ്റ് ഇല്ലായിരുന്നു. അറേബ്യൻ മരുപ്രദേശത്ത് അവിടെ ജനങ്ങൾ ഗോത്രങ്ങളായി ഭിന്നിച്ച് നിന്നുകൊണ്ട് പരസ്പരം യുദ്ധം ചെയ്ത് പോകുന്നൊരു സമൂഹമായിരുന്നു. ഇന്നിപ്പോൾ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ അല്ലേ പല സ്ഥലങ്ങളിലും, അരാജകത്വം നിറഞ്ഞിട്ടുള്ള പല പ്രദേശങ്ങളുണ്ട്, സിറിയ, അഫ്ഗാനിസ്ഥാൻ. അതേപോലെയായിരുന്നു മുഹമ്മദ് നബി വരുന്നതിന് മുൻപ് അറേബ്യയിൽ. പല ഗോത്ര വിഭാഗങ്ങൾ പരസ്പരം കിടമത്സരമാണ് അവിടുത്തെ കായബയുടെയൊക്കെ ഭരണം ലഭിക്കാനും അവിടെയൊക്കെ അധികാരം നിലനിർത്താനും ഒക്കെ വേണ്ടിയിട്ടുള്ള അന്നത്തെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഒരു അരാജകത്വം നിറഞ്ഞ കാലഘട്ടം. പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളും അധിനിവേശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സ്റ്റേറ്റ്, ഒരു മോഡേൺ സ്റ്റേറ്റ് പോലെ അന്ന് ഒരു സ്റ്റേറ്റ് മുഹമ്മദ് നബി സ്ഥാപിക്കുകയാണ് ചെയ്തത്. അതേപോലെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പേർഷ്യൻ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇസ്ലാമിക കാലഘട്ടത്തിൽ മുഹമ്മദ് നബി ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ മുഹമ്മദ് നബിക്ക് ശേഷം വന്നവരൊക്കെ റോമിനോടും പേർഷ്യയോടൊക്കെ യുദ്ധം ചെയ്യുമായിരുന്നു. അതല്ലെങ്കിൽ ഇതര സ്ഥലങ്ങളിലേക്കൊക്കെ പോയി യുദ്ധം ചെയ്ത് കീഴടക്കുമായിരുന്നു. പക്ഷെ അവരങ്ങനെയും ചെയ്തിട്ടില്ല. ഖുലഫാഉ റാഷിദീങ്ങൾ എന്ന് പറയുന്നവർ അവരങ്ങനെ പോയി യുദ്ധം ചെയ്ത് ഇതര സാമ്രാജ്യങ്ങൾ പിടിക്കാൻ പോയിട്ടില്ല. അവർക്ക് ശേഷം വന്നിട്ടുള്ള ഉമവിയാക്കളും അബ്ബാസികളും ഒക്കെയാണ് അങ്ങനെ യുദ്ധത്തിനും അധിനിവേശത്തിനും പോയത്. ഉത്തരാഫ്രിക്കയിലേക്കും സ്പെയിനിലേക്കും മറ്റുള്ള പേർഷ്യയിലേക്കൊക്കെ പോയത് അവരാണ്. അല്ലാതെ മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയുടെ ഖലീഫമാരും അല്ല പോയത്, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിനെക്കുറിച്ചാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ആൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം ഒരു ഭരണം നിലനിൽക്കുന്ന രാജ്യത്ത് പോയി അവിടെ തട്ടിമറിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ഇസ്ലാമി പറഞ്ഞിട്ടില്ല. ഖുർആൻ 2-ാം അധ്യായം 8 മുതൽ 11 വരെ വചനങ്ങൾ, 8 മുതൽ 14, 16 വരെ വചനങ്ങൾ എതിർക്കുന്നുണ്ട്. ചില ആളുകൾ പറയും ഞങ്ങൾ ഭൂമിയിൽ റിഫോർമേഷൻ, ഇസ്ലാഹി പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണെന്ന്. പക്ഷെ ഖുർആൻ പറയുന്ന അവർ ഇസ്ലാഹികളല്ല, നവോത്ഥാനകരല്ല, അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്ന്. അവർ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, മുഫ്സിദൂൻ, അവർ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്, കുഴപ്പം സൃഷ്ടിക്കുന്നവരാണ്. അപ്പോൾ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക ഖിലാഫത്ത്, ഒസ്മാനിയ ഖിലാഫത്തായിരുന്നു അവസാനത്തെ ഇസ്ലാമിക ഖിലാഫത്ത് സുന്നി ലോകത്തുള്ള. അത് ഇസ്താംബൂൾ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു, തുർക്കിയിൽ. അത് 920-കളിൽ അത് നിഷ്കാസനം ചെയ്തു. തുർക്കികളും പുതിയ സാമൂഹിക വ്യവസ്ഥ വന്നതോടുകൂടി അവരത് ഖിലാഫത്തിനെ അവർ അവസാനിപ്പിക്കുക ചെയ്തത്. അപ്പം അതിനുശേഷം അറബ് രാജ്യങ്ങൾ വന്നു. ഇന്ന് വരെ അറേബ്യയിൽ ഒരു ഖിലാഫത്ത് പ്രസ്ഥാനം നടന്നിട്ടില്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം നടത്തിയിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം. അത് ഇന്ത്യയിൽ ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടല്ല, അത് തുർക്കിയിൽ ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി. കാരണം അവിടുത്തെ
ഭരണാധികാരിയെ അവർ ഈ അന്യായമായി അവരുടെ അധികാരത്തിൽ നിന്ന് നീക്കിയതുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരണം. അവിടെ സാമൂഹികമായിട്ടുള്ള അറബ് ലോകത്ത് മുസ്ലിം ലോകത്തുള്ളൊരു ഐക്യവും സമാധാനവും സ്ഥാപിക്കണമെന്ന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഇസ്ലാമിക ലോകത്ത് ശാന്തിയും സമാധാനവുമില്ല. എപ്പോഴും കുഴപ്പങ്ങളാണ്, യുദ്ധങ്ങളാണ്. ഇസ്ലാമിക ലോകത്ത് പ്രശ്നങ്ങളാണ്, ഭീകരതയും പല പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഖിലാഫത്ത് വരേണ്ടത് എവിടെയാണ്? ഖിലാഫത്ത് സ്ഥാപിക്കാൻ ഏറ്റവും കൂടുതൽ അർഹമായ രാജ്യം, ഏറ്റവും കൂടുതൽ വേണ്ടിയ രാജ്യം തുർക്കിയാണ്. അവിടെ സ്ഥാപിക്കപ്പെടുന്നില്ല, നമ്മൾ മനസ്സിലാക്കണം. ഈവൻ വലിയ വലിയ മതവിശ്വാസം പറയുന്ന എർദോഗനോ സലഫികളുടെ ഈറ്റില്ലമായ സൗദി അറേബ്യ ഒന്നും കഴിഞ്ഞ 100 വർഷത്തോളമായി ഖിലാഫത്ത് സ്ഥാപിക്കണമെന്ന് എവിടെയും ആവശ്യപ്പെടുകയോ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതായ സ്ഥലം മുസ്ലിം രാജ്യമാണ്. അപ്പം ഖിലാഫത്ത് വേണ്ടിയവർ അങ്ങോട്ട് പോയി അവിടെ സ്ഥാപിക്കുക ഖിലാഫത്ത്. മുസ്ലിം രാജ്യമല്ലാത്ത സ്ഥലങ്ങളിൽ ഖിലാഫത്ത് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഈ മന്ദബുദ്ധികൾക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ ചില ആളുകൾ പറയുന്നുണ്ട്, ഈ വലതുവശ ഹിന്ദു സംഘടനകൾ പറയുന്നത് പോലെ നിങ്ങൾ പാകിസ്ഥാനികൾ പോയിക്കോളൂ എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഖിലാഫത്ത് വേണമെങ്കിൽ തുർക്കിയിലേക്ക് പോയിക്കോളൂ, അവിടെ ആദ്യം നിങ്ങൾ ഖിലാഫത്ത് സ്ഥാപിക്കുക. കാരണം അവിടെയാണ് സ്ഥാപിക്കേണ്ട സ്ഥലം. അവിടുത്തെ ഖിലാഫത്തിൻ്റെ ഇന്നത്തെ ആളുകളെ കണ്ടെത്തി അവിടെ ഖിലാഫത്ത് സ്ഥാപിക്കുക. അത് തുർക്കിയിലും സിറിയയിലും ഈജിപ്തിലും സൗദി അറേബ്യയിലും ഖത്തർ, ഒമാൻ, കുവൈത്ത്, ബഹ്റൈൻ, UAE, ജോർദാൻ ഇവിടെയൊക്കെ ഖിലാഫത്ത് സ്ഥാപിച്ചതിന് ശേഷം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മലേഷ്യ ഇവിടെയൊക്കെ സ്ഥാപിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യവും സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിലേക്കും അമേരിക്കയിലേക്കും UK-യിലേക്കും യൂറോപ്പിലേക്കോ പിന്നെ പോയാൽ മതി. മനസ്സിലായില്ലേ? അതാണ് മാനവും മര്യാദയും ഉളുപ്പുള്ളവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈവൻ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഖിലാഫത്ത് ഒസ്മാനിയ ഖിലാഫത്ത് വരെ ഉണ്ടായിരുന്നെങ്കിലും 920 വരെ ഉണ്ടായിരുന്നെങ്കിലും മലേഷ്യയോ ഇന്തോനേഷ്യയോ അഫ്ഗാനിസ്ഥാനോ ബ്രൂണൈ, ദാറുസ്സലാം അതേപോലെ മറ്റുള്ള മധ്യേഷ്യൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളൊന്നും ഖിലാഫത്തിൻ്റെ ഭാഗമായിട്ടില്ല, അതിൽ ചേർന്നിട്ടില്ല. അവരൊക്കെ ഖിലാഫത്തിൽ ചേരണം അല്ലെങ്കിൽ അവിടുത്തെ ഭരണത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഖലീഫ ആരെയും അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടില്ല. യുദ്ധം ചെയ്യാൻ, അതായത് ഖിലാഫത്തിൻ്റെ ഭരണത്തിന് കീഴിലാക്കാൻ അവിടേക്ക് ആരെയും പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച കാര്യമാണ്. അതായത് അരാജകത്വം കൊടികുത്തി വാഴുന്ന ഈ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം പോരടിക്കുന്ന ഒരു സമൂഹത്തിൽ അവിടെ ഭരണവ്യവസ്ഥ നീതിന്യായം നടത്തുന്ന ഒരു കോമൺ ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ജനങ്ങളെല്ലാവർക്കും കാരുണ്യവും സമാധാനവും ശാന്തിയും ജസ്റ്റിസ് നീതിയും നൽകുന്നൊരു ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ അവിടെ ഒരു സമൂഹത്തിലൊരു ശൂറ, അതായത് ഒരു പൊതുവായിട്ടുള്ളൊരു ജനങ്ങളുടെ കൂട്ടായ്മയിലൂടെ അവിടെ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുകയും അതിനൊരു കൗൺസിൽ, ഒരു ശൂറ ഉണ്ടാവുകയും വേണം. പാർലമെൻറ്റൊക്കെ പോലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും അതിൻ്റെ പ്രതിനിധികളും എല്ലാവരും ചേർന്നിട്ടൊരു ഭരണവ്യവസ്ഥ വേണം. അതാണ് മുഹമ്മദ് നബി ഉദ്ദേശിച്ചത്. അങ്ങനെ ഭരണവ്യവസ്ഥയുള്ള നാടുകൾ യൂറോപ്പ് ഇങ്ങനെ ആധുനിക രാജ്യങ്ങളിൽ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ഇസ്ലാമിക നിയമത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ മതനിയമങ്ങൾ, കുറച്ച് നിസ്കാരം, നോമ്പ് ഇതൊക്കെ ആർക്കും എവിടെയും നിർവഹിക്കാം. അത് ഇസ്ലാമിക ആധ്യാത്മിക നേതൃത്വം, അതിന് സൂഫി മാർഗത്തിൽ ബയ്യത്ത്, ആത്മീയമായിട്ടുള്ളൊരു ഗുരുശിഷ്യ ബന്ധം, അതാണ് ആവശ്യം. ആ വ്യവസ്ഥ മതി. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈസാ നബി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് എൻ്റെ സാമ്രാജ്യം ഈ ലോകത്തുള്ളതല്ല, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്നാണ് ക്രൈസ്റ്റ് പറഞ്ഞത്. അപ്പം ഈ ലോകത്തിൻ്റെതല്ല ശരിക്കും ഖിലാഫത്ത്, അതൊരു ആധ്യാത്മിക നേതൃത്വമാണ്. അത് പിന്നെ അറേബ്യയിൽ അതിന് ഒരു ഭൗതികമായിട്ടുള്ള നേതൃത്വം വരാൻ കാരണം അവിടെ ഒരു ഭരണവ്യവസ്ഥ ഇല്ലാത്തത് കാരണമാണ്. അവിടെ ധാരാളം ഗോത്രങ്ങൾ, ഓരോ ചെറിയ ചെറിയ ടൗൺഷിപ്പായിട്ട് ഗോത്രങ്ങൾ ഇങ്ങനെ താമസിച്ചു പോവുകയാണ്. അവിടെ അവർക്ക് സുരക്ഷിതത്വമല്ല, അവിടെ സാമൂഹിക വ്യവസ്ഥ അല്ല, അതേപോലെ സാമൂഹികമായിട്ടുള്ള ക്ഷേമ വ്യവസ്ഥകളോ പദ്ധതികളൊന്നുമില്ല. അതൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് നബി ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചത്. അതേപോലത്ത് അതിന് പുറത്തുള്ള സാമ്രാജ്യങ്ങൾ, അന്ന് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ എത്യോപ്യ, റോം, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, പേർഷ്യ സാമ്രാജ്യങ്ങളിലൊക്കെ അന്ന് ഭരണങ്ങളുണ്ട്. ആ ഭരണവ്യവസ്ഥ ഒന്നും അട്ടിമറിക്കുകയാണെന്ന് മുഹമ്മദ് നബി എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ഇന്ന് മതഗ്രന്ഥങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ഈ സംഘടനകൾ നിലനിർത്താൻ വേണ്ടി ഇവർ ആത്മീയ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. മതഗ്രന്ഥങ്ങളെ വ്യഭിചരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ കൊള്ളരുതായ്മകളും ഇവരുടെ ബിദ്അത്ത് ഇന്നോവേഷൻസും അതിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഖിലാഫത്ത് വാദമൊക്കെ ഇപ്പോൾ ഉന്നയിക്കുന്നത്.
അപ്പം മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ പ്രാർത്ഥിക്കാം, ഇന്ത്യയിലോ ലോകത്ത് എവിടെയും നിസ്കരിക്കുക എന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. സത്യവും അസത്യവും കൂട്ടിക്കുവയ്ക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ വഹാബികളും സലഫികളും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്, സത്യവും അസത്യവും കൂട്ടിക്കുവയ്ക്കുകയാണ്. ലോകത്ത് പ്രവാചകന്മാർ ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെ ഖിലാഫത്ത് ഭരണം, അതായത് ഇസ്ലാമിൻ്റെ എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തൊരു കുറഞ്ഞ പ്രവാചകന്മാർ മാത്രമേ ഭരണ നേതൃത്വം, രാഷ്ട്രീയമായിട്ടുള്ള ഭരണ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളൂ. അത് അധികം ഇസ്രായേലി പ്രവാചകന്മാരാണ്. അതായത് ദാവൂദ് നബി, സുലൈമാൻ നബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രവാചകന്മാർ മാത്രമേ ഭരണവ്യവസ്ഥതയിൽ മത നേതൃത്വം നൽകിയിട്ടുള്ളൂ. അതായത് രാജ്യഭരണത്തോടുകൂടി മത നേതൃത്വത്തിന് നൽകിയിട്ടുള്ളൂ. ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ സന്തതികളുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് പ്രവാചകന്മാരായിരുന്നു. ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ ആ പ്രവാചകൻ ഉടനെ തന്നെ അടുത്ത പ്രവാചകനെ അള്ളാഹു അയക്കുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ചിലർ രാജാക്കന്മാർ, ചില കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ രാജാക്കന്മാർ, ചെറിയ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും എന്തായിരുന്നില്ല, രാജാക്കന്മാരായിരുന്നില്ല. അപ്പോൾ ഖിലാഫത്ത് നിർബന്ധമാണ്, രാജഭരണം നിർബന്ധമാണെങ്കിൽ എന്തുകൊണ്ട് ഒരു കാലത്തും അങ്ങനെ രാജഭരണം ഉണ്ടായിട്ടില്ല ഇസ്ലാമിക ലോകത്ത്? കുറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഖിലാഫത്ത് മതഭരണം ഉണ്ടായിട്ടുള്ളൂ. അപ്പം മുഹമ്മദ് നബി പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരുടെയും മാതാക്കൾ വ്യത്യസ്തരാണ്, പക്ഷേ അവരുടെ മതം ഒന്നാണെന്നാണ് പറഞ്ഞത്. അപ്പം ക്രിസ്തു വരെ പറഞ്ഞത് എൻ്റെ സാമ്രാജ്യം ഈ ലോകത്തുള്ളതല്ല. ആലി ഇമ്രാൻ 3-ാം അധ്യായം 26-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കുൽ മുൽക്ക് എന്നൊരു ആയത്തുണ്ട്. അത് ഉദ്ദേശിക്കുന്ന ആത്മീയ നേതൃത്വമാണ്, ഭൗതിക നേതൃത്വമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, തൊയ്സുമൻ തശാവ് തുതില്ലുമൻ തശാവ് എന്ന് പറയുന്നുണ്ട്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഇസ്സത്ത് നൽകുകയും പദവികൾ നൽകുകയും ഉദ്ദേശിക്കുന്നവർക്ക് പദവികൾ എടുത്തു നൽകുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് ഖുർആനിൽ സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത് ഈ ഇസ്സത്തുള്ളത് വലിയ അള്ളാഹുവിനും ദൂതർക്കും സത്യവിശ്വാസികൾക്കും മാത്രമാകുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഭൗതിക ഭരണത്തിനെ കുറിച്ചല്ല ആലി ഇമ്രാനിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. അത് അധ്യാത്മിക ഭരണത്തിനെ കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ അനുചരന്മാർക്കാണ് ഏറ്റവും വലിയ ഇജ്ജത്ത് കൊടുത്തത്. അവരെ ലോകത്തുള്ള അന്ത്യനാൾ വരേക്കും ലോകത്തുള്ളവരെ എല്ലാ ആളുകളെക്കാണ് അവർക്ക് ശ്രേഷ്ഠത നൽകിയെന്നാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർക്ക്, അനുയായികൾക്ക്, അനുചരന്മാർക്ക് അവരെ എതിർത്തവരെ ഇകഴ്ത്തിക്കളയുകയും അവർക്ക് ലോകത്ത് ഉന്നതി നൽകുകയും ചെയ്തവർ. പക്ഷേ ഈ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരൊന്നും ഒരു ഭരണാധികാരി, ഒരു ഭൗതിക ഭരണം ഏറ്റെടുത്തൊരു ഖലീഫയല്ലായിരുന്നു. പക്ഷേ ഒരു ആധ്യാത്മിക ഖലീഫമാരായിരുന്നു, ആധ്യാത്മിക നേതൃത്വമായിരുന്നു. ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പണ്ഡിതന്മാരുടെ, ഈ വഴി വെച്ച പണ്ഡിതന്മാരുടെ വഴിക്ക് പോകാതിരിക്കുക, ആധ്യാത്മിക വഴിയിലേക്ക് വരിക, നക്ഷബന്ദി റബ്ബാനി വഴിയിലേക്ക് വരിക, സത്യം മനസ്സിലാക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. ഭൂമിയെല്ലാം ഒരു മസ്ജിദ് പോലെയാണ് വിശ്വാസികൾക്ക്. അതായത് സെമിത്തേരികൾ, ശവപ്പറമ്പുകൾ, അതായത് ശ്മശാനങ്ങളും അതേപോലെ ഈ റോഡും ശ്മശാനങ്ങളും അതേപോലെ ശൗചാലയങ്ങളുമൊക്കെ എല്ലാം നമസ്കരിക്കാനുള്ള സ്ഥലങ്ങളാണ്. മറ്റൊരു ഹദീസ് പറഞ്ഞത് റോഡിൽ നമസ്കരിക്കരുതെന്നത്, വഴിപോക്കരുടെ സ്ഥലങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചുമയുള്ളത് കൊണ്ട് ശബ്ദം വളരെ മോശമാണ്, പക്ഷേ എന്തായാലും ഞാൻ പറയുകയാണ്. ഈ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഭൂമി മുഴുവൻ മസ്ജിദാണ്. പക്ഷേ ഈ സലഫിസ്റ്റുകളെന്ന് റോഡുകൾ നിസ്കരിക്കുന്നു, റോഡിൻ്റെ മുകളിൽ പായ വരച്ച് നിസ്കരിക്കുന്നു. നമ്മുടെ ഒരു പഴയ സിനിമയിൽ ജഗതി റോഡിൽ പായ വരച്ച് കിടക്കുന്നുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇതെന്തോ വലിയ പുണ്യമാണെന്ന് കരുതി ധാരാളം സലഫി ആദർശം തലക്ക് പിടിച്ച മതഭ്രാന്തന്മാർ റോഡിൽ പായ വരച്ച് നിസ്കരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോകളും റീൽസുകളൊക്കെ കാണാൻ പറ്റും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ റോഡിൻ്റെ അടുക്ക് പായ വരച്ച് നിസ്കരിക്കുന്നവർ. പക്ഷേ അത് മുഹമ്മദ് നബി നിരോധിച്ചതാണ്. അതേപോലെ ബാത്റൂമും അതേപോലെ ശൗചാലയങ്ങളുടെ പരിസരങ്ങളും ശ്മശാനപ്പറമ്പുകൾ അതൊക്കെ നമസ്കരിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പം ഏത് സ്ഥലത്ത് നിസ്കരിക്കാൻ ഒരു ഹദീസ് പോലും കാണാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ മുസ്ലിം രാജ്യം തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് ജുമുഅ നിസ്കാരം, ഹജ്ജ്, ഇതിനൊക്കെ ഖലീഫ മതനേതൃത്വം അംഗീകരിച്ച, അതായത് ഖലീഫ അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥയിലൂടെ നിസ്കരിക്കാൻ പറ്റും. പക്ഷേ ഖലീഫ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഖലീഫയുടെ പാരമ്പര്യമായിട്ടുള്ള പരമ്പരാഗത വഴിയിലൂടെ അല്ലാതെയാണ് ഇന്ന് സലഫികളൊക്കെ നിസ്കരിക്കുന്നത്. ഓരോ സംഘടനക്കാർ പള്ളി ഉണ്ടാക്കി നിസ്കരിക്കുകയാണ്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്.
ആ സത്യം അവർ പറയില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സംഘടന തകരുകയും, അതുകൊണ്ട് അവർ പറയില്ല. ആളുകൾ ഇന്നെ നിസ്കരിക്കാൻ വരാതാം. പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്ന് അബദ്ധവശാൽ അങ്ങനെ പറഞ്ഞുപോയി. ഖലീഫ വേണം, മറ്റ് നിസ്കാരം പൂർണ്ണമായിട്ട് 100% മുഹമ്മദ് നബി സഹാബികൾ നിസ്കരിച്ച പോലെ നിസ്കരിക്കണമെങ്കിൽ ഒരു ഖലീഫയോ അല്ലെങ്കിൽ ഇസ്ലാമിക നേതാവോ അതിൻ്റെ പ്രതിനിധിയോ നിശ്ചയിച്ച ആളുകളായിരിക്കണം. മുസ്ലിങ്ങളുടെ നേതാവും പ്രതിനിധിയും കഴിഞ്ഞ 100 വർഷമായി മുസ്ലിം ലോകത്തില്ല. അപ്പോൾ അവരുടെ നിസ്കാരം ശരിയാവില്ല. അതായത് ബിദ്അത്തിൻ്റെ നിസ്കാരമാണ്, ബിദ്അത്തിൻ്റെ ഹജ്ജാണ്. അതായത് പുത്തനാശയത്തിൻ്റെ ഇന്നവേഷൻസിൻ്റെ ഹജ്ജും നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെയാണ് മുസ്ലിങ്ങളൊന്നും ചെയ്യുന്നത് എന്നുള്ളത് മൂപ്പര് തുറന്ന് സമ്മതിച്ചു. മുൻപ് കേരളത്തിൽ കൊടുവള്ളിയുള്ള, കോഴിക്കോട് കൊടുവള്ളി ദേശത്തുള്ള ഒരു ഷെയ്ഖ് ജുമുഅക്ക് പോകണ്ട, ഹജ്ജിന് പോകണ്ട എന്ന് പറഞ്ഞ് മുരീദുമാരെ, അതായത് ശിഷ്യന്മാരെ ഉപദേശിച്ചപ്പം കേരളത്തിലുള്ള സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ അയാൾക്കെതിരെ ഫത്വ നൽകിയ ആൾ ഇസ്ലാം എന്ന് പുറത്താക്കി. കോരൂർ തരീക്കത്ത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം വിവാദം ഉണ്ടായിരുന്നു ടി വിയിലൊക്കെ. എന്തോ ഒരു വിവാഹത്തിനെക്കുറിച്ചും വിവാഹിതരെക്കുറിച്ചൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. കോരൂർ തരീക്കത്ത് വിവാഹം ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാഹത്തിലുള്ള തരീക്കത്തിൻ്റെ ഷെയ്ഖ് 1980-ലോ 90-ലൊക്കെ ആ ഷെയ്ഖ് പറഞ്ഞു പോലും, നിങ്ങൾ ജുമുഅക്ക് പോകേണ്ട, ഹജ്ജ് ചെയ്യേണ്ട, നമസ്കരിക്കേണ്ട ആവശ്യമല്ല, ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ. അത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കെന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്ലാമിന് അനുകൂലം, ആ ഷെയ്ഖ് പറഞ്ഞപ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധം. ഞാൻ ഈ സെയിം പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ ഫത്വ നൽകി ഇസ്ലാം എന്ന് പുറത്താക്കാൻ ധൈര്യമുണ്ട് ഈ പണ്ഡിതന്മാർക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു, മറ്റേ ഷെയ്ഖ് പറഞ്ഞ ഒന്നാണ്. പക്ഷേ മറ്റേ ഷെയ്ഖ് സത്യം പറഞ്ഞു, ഷെയ്ഖ് മുഹമ്മദ് സത്യവും അസത്യവും കൂട്ടിച്ചേർത്ത് സംസാരിച്ചു. അപ്പം ഖലീഫയുടെ അനുമതി പത്രം, അല്ലെങ്കിൽ ഖലീഫയുടെ ഗവർണറിൽ നിന്ന് നേരിട്ട് അനുമതി പത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിസ്കരിക്കാനുള്ള, അതായത് ജുമുഅ നിസ്കരിക്കാനുള്ള, സ്ഥാപിക്കാനുള്ള നിങ്ങൾക്ക് പെർമിഷൻ ഖലീഫയിൽ നിന്നോ ഖലീഫയുടെ പ്രതിനിധിയിൽ നിന്നോ വാങ്ങാം. അല്ലാതെ പൊതുവായിട്ടുള്ള 5 നേരം നിസ്കരിക്കാനോ നോമ്പ് നിൽക്കാനോ സക്കാത്ത് ദാനധർമ്മങ്ങൾ ചെയ്യാനോ അത് ആർക്കും എവിടെയും വെച്ച് ചെയ്യാം, അത് കുഴപ്പമില്ല. അതേസമയത്ത് നിങ്ങൾ പോകുന്ന ഹജ്ജ് ടൂറുകൾ അത് ഖലീഫ വേണമെന്നാണ് ഹജ്ജിന്, ഇതൊക്കെ നിയമങ്ങളാണ്. അപ്പോൾ നിങ്ങൾ സൗദിയിൽ പോയി സൗദിയിലുള്ള ഭരണകൂട നേതൃത്വമായിട്ട് സംസാരിക്കുക, ഇവിടെ ഖലീഫ ആവശ്യമാണ്, നിങ്ങൾക്ക് ഖലീഫയെ വേണം, ഇവിടെ ഖലീഫയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഹജ്ജ് ചെയ്യേണ്ടത്. സൗദി ഭരണാധികാരിയല്ല ഹജ്ജ് നിശ്ചയിക്കേണ്ടത്, റമളാൻ അവിടെ നിശ്ചയിക്കേണ്ടത്, അത് ഖലീഫയാണെന്ന് പറഞ്ഞ് നിങ്ങൾ സൗദിയിൽ പോയിട്ടാണ് അവിടെ നിവേദനം കൊടുക്കേണ്ടത്. അതേപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇസ്താംബുൾ, അങ്കാറ, ടർക്കിയിൽ പോയിട്ടാണ് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് ധൈര്യമുള്ള ആണുങ്ങളാണെങ്കിൽ നിങ്ങൾ പോവുക, അല്ലാതെ അവിടെയും ഇവിടെയും കടന്ന് വാട്ടടിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഭൂമി മുഴുവൻ ഒരു മോസ്കാണെന്നാണ് പറഞ്ഞത്. ഭൂമി മുഴുവൻ ഒരു പ്രാർത്ഥനാ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ആർക്കും എവിടെ നിന്ന് നിസ്കരിക്കുക. റോഡും അതായത് വഴികൾ, യാത്രാ വഴികളും, അതേപോലെ സെമിത്തേരികൾ, ശ്മശാന സ്ഥലങ്ങൾ, കൂടാതെ ഈ ശൗചാലയങ്ങൾ, അതിൻ്റെ പരിസരങ്ങൾ, ഇതൊക്കെ ഏകയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവി വരെ സ്ഥാപിച്ചത് എവിടെയാണ്? പഴയ പാഗൻ, അതായത് അവിടുത്തെ ബിംബാരാധകരുടെ ഖബർസ്ഥാൻ, അതായത് ശ്മശാനം പ്രദേശം, അത് അവിടെയാണ് മുഹമ്മദ് നബിയുടെ മസ്ജിദ് നബവി സ്ഥാപിച്ചത് നമുക്ക് ഹദീസ് കാണാൻ പറ്റും. മദീനത്തുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടത് അവിടെ മുൻപ് താമസിച്ചിരുന്ന, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ താമസിച്ചിരുന്ന പാഗൻ ഗോത്രങ്ങളുടെ അവരുടെ ഈ ഖബർസ്ഥാൻ, അവരുടെ ശ്മശാന ഭൂമിയിലാണ് ഈ ഇസ്ലാമിക ആരാധനാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും, ഹദീസ് കാണാൻ പറ്റും. നമ്മൾ വെറുതെ പറയല്ല, ഹദീസ് ദസുനൻ ഇബ്നു മാജയിൽ ഹദീസ്. മുഹമ്മദ് നബിയുടെ മസ്ജിദ് ലൊക്കേറ്റ് ചെയ്ത സ്ഥാപിച്ച സ്ഥലം ബനൂ നജ്ജാറിൻ്റേതായിരുന്നു. ഇൻ ഇറ്റ് ദർ വർ ഡേറ്റ് പാം ട്രീസ് ആൻഡ് ഗ്രേവ്സ് ഓഫ് ദ ഐഡോലേറ്റേഴ്സ്. അതിൽ ഈ ഈത്തപ്പഴ പാം ട്രീകൾ, പനകളും, ഈത്തപ്പനകളും, അതേപോലെ ഗ്രേവ്സ് ഓഫ് ദ ഐഡോലേറ്റേഴ്സ്, ബിംബാരാധകരുടെ ഖബറുകളും, അതായത് ശ്മശാനവുമായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത് അവിടെ ആണ് നിസ്കരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നത്. മസ്ജിദ് നബവി സ്ഥാപിച്ചത് അവിടെയാണ്. ഇനി നമുക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ വിവാദ പ്രസംഗത്തിലേക്ക് വരാം.
ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ന്. അഥവാ ആരാധനാ കർമ്മങ്ങൾ പോലും അതിനെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടമുണ്ട്. ഇല്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലെ സകാത്ത് കമ്മിറ്റികളും സകാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹല്ല് ജമാഅത്തുമൊക്കെ ഇതില്ലാത്തപ്പോഴുള്ള ബദൽ സംവിധാനമാണ്. അതുകൊണ്ടാണ് എപ്പോഴാ സകാത്തിനൊപ്പം ആക്കിയത്? ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം. എപ്പോഴാ ജുമ ഉണ്ടായത്? ഹിജ്റയ്ക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു ശേഷം ഹിജ്റയോട് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം. എവിടെ വെച്ചാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട്? എവിടെ വെച്ചാ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്? എല്ലാം ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടവും ഉണ്ടായ ശേഷമാണ്. വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞാലും പറ്റില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ശിർക്കാണ്, തൗഹീദിനെതിരാണ്. വോട്ട് രേഖപ്പെടുത്തുന്നോ ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ് ഖിയാമത്ത് നാൾ വരിക. അപ്പോൾ നിങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ ധാരാളം മുസ്ലിം ലീഗൊക്കെ ധാരാളം ആളുകളും മത്സരിക്കുന്നുണ്ട് ഇലക്ഷനിൽ. ധാരാളം ആളുകൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ വാർഡ് മുതൽ. അതൊക്കെ ശിർക്കാണ്, ഇസ്ലാമിനെതിരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അനിസ്ലാമികമാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഈ നിസ്കരിക്കാനൊക്കെ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക ഭരണമാണ്. പക്ഷേ ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് ഖലീഫയുടെ ഭരണം മാത്രമാണ്. സൗദിയിലേത് ഇസ്ലാമിക ഭരണമല്ല. കുവൈത്ത്, UAE, ഒമാൻ, ബഹ്റൈൻ, ഖത്തർ ഇതൊന്നും ഇസ്ലാമിക ഭരണമല്ല. കാരണം അവിടെ ഒന്നും ഭരിക്കുന്നത് ഖലീഫയല്ല. ഖലീഫയെ അവർ തകർത്തുകൊണ്ടാണ് അവർ ഭരിക്കുന്നത്. അപ്പോൾ അതും പൂർണ്ണമല്ല. സൗദി ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഭരണവും ഇസ്ലാമിക സംഹിതകൾ പ്രകാരം പൂർണ്ണമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ പൂർണ്ണമാക്കിയിട്ട് പോരെ ഇന്ത്യയിൽ പൂർണ്ണമാക്കൽ. ആദ്യം ഇസ്ലാമിക രാജ്യങ്ങൾ നിങ്ങൾ പൂർണ്ണമാക്കി, ഇസ്ലാമിക ഭരണവും വ്യവസ്ഥിതികളൊക്കെ അവിടെ പൂർണ്ണമാക്കിയിട്ട് പോരെ പിന്നെ അടുത്ത ആളുകളെ പോകാറ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇയാൾ തന്നെ തുറന്ന് സമ്മതിച്ചല്ലോ. അതായത് സലഫികൾ പറയുന്നത് കേരളത്തിൽ മാത്രം, സുന്നികളും പറയുന്നത് കേരളത്തിലെ ദീനുള്ളൂ, കേരളത്തിന് പുറത്തൊന്നും മതമല്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം ഇയാൾ തുറന്ന് സമ്മതിച്ചു. എന്ത് പെർഫെക്ഷനോടുകൂടി പൂർണ്ണതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണത്. അപ്പോൾ പൂർണ്ണതയും പെർഫെക്ഷനൊന്നുമില്ല, അപൂർണ്ണമാണ്, ബിദ്അത്താണ്. മുഹമ്മദ് നബി സഹാബികളും ചെയ്ത പോലെയാണ് ജീവിക്കുന്നതെന്നാണ് സലഫികളൊക്കെ കേരളത്തിൽ പ്രഘോഷിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി സലഫികളും സലഫുസ്വാലിങ്ങൾ ഇസ്ലാമിലെ ഒന്നാം തലമുറയിലുള്ള മുസ്ലിങ്ങൾ അനുഷ്ഠിച്ച പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നാണ് ഇവരുടെ വാദം. അത് മുഹമ്മദ് കാരക്കുന്ന് തന്നെ പൊളിച്ചു. അപ്പോൾ സലഫിസത്തിന് ഇനി ശ്മശാനത്തിലേക്ക് കെട്ടിയെടുക്കാം. ജമാഅത്തെ ഇസ്ലാമിക്കാരെ സലഫികളുടെയൊക്കെ പള്ളികൾ പൂട്ടാൻ സമയമായി. കാരണം ഇതൊന്നും ഇസ്ലാമികമായിട്ട് വരൂല. നിങ്ങളിപ്പോൾ സുന്നികളിൽ നിന്ന് വിഘടിച്ചുകൊണ്ട് കുറേ മസ്ജിദ് ഉണ്ടാക്കിയാലും കുറേ സലഫി, നദ്വത്തുൽ മുജാഹിദീൻ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ സംഘടനകൾ ഉണ്ടാക്കിയാലും അതൊന്നും പൂർണ്ണമായിട്ട് ഇസ്ലാമികമല്ല. കാരണം അത് ഖലീഫല്ല. മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഖലീഫ ഇല്ല. ഖലീഫ ഉണ്ടാവേണ്ടത് ഇസ്താംബൂൾ, തുർക്കിയിലാണ്, കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി അവിടെ ഖിലാഫത്ത് സ്ഥാപിക്കുക, ഖലീഫയെ കണ്ടെത്തുക. എന്നിട്ട് പോരെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഖലീഫേൻ്റെ കീഴിലാക്കലും എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇതുവരെ സൂഫികളെയും സുന്നികളെയും കുറിച്ചായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾ. അതായത് ഖബറിനെ ആരാധിക്കുന്നു, ഔലിയാക്കളെയും മഹാത്മാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ്, അത് ഇസ്ലാമെന്ന് പുറത്താണ്, ബിദ്അത്താണെന്നായിരുന്നു. പക്ഷേ ഈ പ്രഭാഷണത്തോടുകൂടി വഹാബികളുടെ ബിദ്അത്താണ് പുറത്തായിരിക്കുന്നത്. ഇനി അടുത്തത് അജ്മീർ ദർഗയിലുള്ള വിഷയങ്ങളാണ്. ഇതിൽ അജ്മീർ ദർഗയിൽ നടക്കുന്ന പലതരം അധ്യാത്മിക ചൂഷണങ്ങൾ. ഇതേ ചൂഷണങ്ങളാണ് എല്ലാ മതസംഘടനക്കാരും ചെയ്യുന്നത്. മനസ്സിലായില്ല? എല്ലാ കാലഘട്ടത്തിലും മതസംഘടനയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് വന്ന ആളുകളും ധാരാളം ആളുകൾ ഇത്തരം ചൂഷണങ്ങളിൽ പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ജനങ്ങളെ വഞ്ചിക്കുക ചെയ്യുന്നത്. ആധ്യാത്മികവാദികൾ ജനങ്ങളെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൗതികതയുടെ മെറ്റീരിയൽ ബേസ്ഡ് ഭൗതികതയുടെ അടിസ്ഥാനത്തിലുള്ള ആധ്യാത്മികമുണ്ട്, അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആധ്യാത്മികമായിട്ടുള്ള വഴികൾ ഇവിടെ ലോകത്ത് വന്നത്. പക്ഷേ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ കാലശേഷം, അതിപ്പം നമ്മുടെ ഉസ്മാൻ നക്ഷബന്ദി തരീഖത്തായിരുന്നെങ്കിലും നക്ഷബന്ദിയാക്കാൻ അതിൽ നിന്നുള്ള ആളുകൾ കള്ളന്മാരാണ്. ഇതേപോലെയുള്ള കുറേ കോമഡികളാണ് അവർ നടത്തുന്നത്. അത് നമ്മൾ കണ്ടെത്തി പൊളിച്ചു. മൗലാ കോഗ്നിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ. അപ്പോൾ ഇതാണ് എല്ലാ ആത്മീയ മേഖലകളിലും സംഭവിക്കുന്നത്.
അപ്പം മതം ഒരു ബിസിനസ്, ഒരു കൊമേഴ്സ്യൽ എൻറ്റിറ്റിയായി മാറുക ചെയ്യുന്നത്. പക്ഷേ ജനങ്ങൾക്ക് ഒരു ആധ്യാത്മികമായിട്ടുള്ള ബന്ധം കിട്ടുന്നില്ല. അവർ വീണ്ടും ഇങ്ങനെ പല സംഘടന, സാമ്പത്തിക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പല സംഘടനാ നേതാക്കന്മാരുടെയും ചട്ടുകങ്ങളായി മാറുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 വീഡിയോകളാണുള്ളത്. പക്ഷേ ഇതിനെ വിമർശിക്കുന്ന ഈ ചങ്ങായിക്ക് മനസ്സിലാകുന്നില്ല, മുഹമ്മദ് നബിക്ക് ശേഷം ഇതേപോലെ ആധ്യാത്മിക ചൂഷണം നടത്തിയിട്ടുള്ള വഴിയിലാണ് ഇവനും ജീവിക്കുന്നതെന്നുള്ളത് ഇവന് മനസ്സിലാകുന്നില്ല. ഇവന് അതായത് ആർക്കും സ്വന്തം ഫാൾട്ട് കാണാൻ പറ്റുന്നില്ല, മറ്റുള്ളവരുടെ ഫാൾട്ടിലേക്ക് അന്വേഷിച്ച് പോവുക ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം മറ്റുള്ളവരുടെ കുഴപ്പങ്ങളാണ് ഇവർ നോക്കുന്നത്. ഇവനിപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും സുന്നി സംഘടനയുടെ ആളായിരിക്കും, അല്ലെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആളായിരിക്കും. പക്ഷേ ഇവന് മനസ്സിലാകുന്നില്ല. ഇവൻ ഉത്തരേന്ത്യ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇവന് കേരളത്തിലുള്ള ഇവൻ്റെ വാല്യൂസ്, ഇവൻ്റെ മതസംഘടനകളുടെ ചൂഷണത്തിൻ്റെ അകത്ത് ജീവിച്ചുകൊണ്ട് അതിൻ്റെ പുറത്തുള്ളതിനാണ് അവന് കുഴപ്പമാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ കേരളത്തിലുള്ള മതസംഘടനകളും ഇതേപോലെ ആത്മീയ ചൂഷകരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൗലാ കോഗ്നിഷൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ആ പ്രഭാഷണവും ഹദീസിൽ എന്താണ് പറഞ്ഞതെന്നും കാണിച്ചു തന്നത്. അതുകൊണ്ടാണ് ആദ്യം മനസ്സിലായില്ലേ. അപ്പോൾ കൊടുവള്ളിയുള്ള ഒരു ഷെയ്ഖ് പറഞ്ഞു ജുമാശ് വേണ്ട, ഹജ്ജിന് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഫത്വ നൽകിയ ആളുകൾ ഇന്ന് ചിന്തിക്കണം ഈ വിഷയങ്ങളും. ഇമാം അബൂ ഹനീഫയുടെ കിതാബുൽ അത്താറിൽ പറഞ്ഞിരിക്കുന്നത് ജുമാ സ്ഥാപിക്കാൻ ഒരു ഖലീഫയോ ഖലീഫയുടെ പ്രതിനിധിയിൽ നിന്നോ അത് വാങ്ങണം. അത് ആ രാജ്യത്ത് ഇസ്ലാമിക ഭരണ ആവശ്യമില്ല, മനസ്സിലായില്ലേ. അവിടെ തുർക്കിയിലുള്ള ഖലീഫയുടെ ഇന്ത്യയിലുള്ള ഇന്ത്യയിലേക്ക് അവരുടെ പ്രതിനിധി ഉണ്ടാവും. ഏതൊരു ഖലീഫക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യക്ക് ലോകം മുഴുവൻ എംബസികളുണ്ട്, അമേരിക്കക്ക് ലോകം മുഴുവൻ എംബസികളുണ്ട്, വത്തിക്കാന് ലോകം മുഴുവൻ ഓഫീസുകളുണ്ട്. പക്ഷേ വത്തിക്കാൻ നേരിട്ട് ഇന്ത്യ ഭരിക്കുന്നില്ല, ചൈനയോ അല്ലെങ്കിൽ സൗത്ത് കൊറിയ ഒന്നും ഭരിക്കുന്നില്ല. പക്ഷേ വത്തിക്കാനുള്ള പോപ്പാണ് ആത്മീയ നേതൃത്വം. അതേപോലെയാണ് ഈ ആത്മീയ നേതൃത്വമാണ് മതത്തിന് ആവശ്യം. കേരളത്തിലോ ഇന്ത്യയിലോ ചൈനയിലോ ഫിലിപ്പൈൻസിലോ ഒക്കെ ഉള്ള വിശ്വാസികൾക്ക് വത്തിക്കാനിൽ നിന്നും മതത്തിൻ്റെ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം ലഭിക്കുന്നത് പോലെ ഇസ്താംബൂളിലുള്ള അല്ലെങ്കിൽ തുർക്കിയിലുള്ള ഖലീഫയിൽ നിന്ന്, അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഖലീഫ ഭരിച്ച കാലഘട്ടത്തിൽ ആ ഖലീഫയിൽ നിന്നുള്ള ആത്മീയമായിട്ടുള്ള അനുമതിയും അനുഗ്രഹവും ബ്ലെസ്സിങ്സ്, അങ്ങനെയാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മതപ്രവർത്തനങ്ങളും ആദർശങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അങ്ങനെയാണ് പാലിച്ചു വന്നത്. അല്ലാതെ അവിടെ മതഭരണം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഒരു ഖലീഫയും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കത്തയച്ച് കാണാൻ പറ്റില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ഒട്ടോമൻ സുൽത്താനോ അല്ലെങ്കിൽ ഖലീഫ, തുർക്കിയിലുള്ള ഖലീഫ, അതിനു മുൻപുള്ള ഖലീഫയോ വിദൂര പ്രദേശങ്ങളിലുള്ള നല്ല ശക്തമായിട്ടുള്ള ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അതട്ടിമറിച്ച് അവിടെ ഖിലാഫത്ത് സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് ഒരു ഖലീഫയോ മുഹമ്മദ് നബിയൊന്നും ഒരു രാജ്യത്തേക്കും ഒരു ഇസ്ലാമിലുള്ളൊരു യഥാർത്ഥ നേതാവും ഒരു സ്ഥലത്തേക്കും എന്ത് ചെയ്തിട്ടില്ല, കത്ത് എഴുതിയിട്ടില്ല, അതിന് കൽപ്പന പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതറിഞ്ഞൂട്ടാത്ത പൊട്ടന്മാരാണ് ഇതിലൊക്കെ വന്നുപെടുന്നത്. അപ്പം ദർഗയിലുള്ള ആർത്തിമൂത്ത കാദിമുകൾ പോലെയാണ് ഈ മതസംഘടനക്കാരും. ഈ വ്ളോഗ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആളും ഇതേപോലെ ഈ മതചൂഷണത്തിൻ്റെ ആത്മീയ ചൂഷണത്തിൻ്റെ ഇരയാണ്. പക്ഷെ അത് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അയാൾ മറ്റുള്ള ഒരാളുടെ ചൂഷണത്തിനെ കുറിച്ചാണ് അയാൾ ബേജാറാകുകയും അതായത് പരിഭവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്, അല്ല ജനങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി റീൽസ് ഇറക്കുന്നത്. ഇയാളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ ഈ ആത്മീയമായിട്ടുള്ള ശോഷണം, ആത്മീയമായിട്ടുള്ള ഈ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണവും ശോഷണവും, ഡിറ്റീരിയറേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, നിങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും, ജനങ്ങളെ ബോധവൽക്കരിക്കും, മൗലാ കോഗ്നിഷൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് മൗലാ കോഗ്നിഷൻ ഇവിടെ അവസാനിപ്പിക്കും. ജൗഹർ അലി നക്ഷബന്ദി അൽ ഹസനി naqshbandi.org. അപ്പോൾ നിങ്ങൾ വേറെ കാര്യം കൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ലോകത്തുനിന്ന് നിൽക്കുന്ന ഒരു മതസംഘടനകളും, ഒരു ഇസ്ലാമികമായിക്കോട്ടെ ഇതര മതങ്ങളായി, അവർ ഒരു മതത്തിന് ഒരു ആത്മീയ വഴിയെ മുഹമ്മദ് നബിയെയോ ക്രിസ്തുവിനെയോ മോശയെയോ ഒന്നും പൂർണ്ണമായിട്ട് 100% ഓതൻറ്റിക്കായിട്ട് ഉൾക്കൊള്ളുന്നില്ല. അവർ കാലകാലങ്ങളിൽ വന്നിട്ടുള്ള ഈ ആത്മീയ ചൂഷണം, ഈ ട്രാൻസ്ഫോർമേറ്റീവായിട്ടുള്ള സംഘടനാവൽക്കരിച്ചിട്ടുള്ള വഴിക്കാണ് പോകുന്നത്. അല്ലാതെ ആധ്യാത്മികമായിട്ടുള്ള ഒരു എൻലൈറ്റൻമെൻറ്റ് അതൊന്നും കൊടുക്കുന്നില്ല. നവോത്ഥാനമോ അല്ലെങ്കിൽ ഈ ആധ്യാത്മികമായിട്ടുള്ളൊരു ഉണർവൊന്നും ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, എൻലൈറ്റൻ ചെയ്യുന്നില്ല ജനങ്ങളെ, മനസ്സിലായില്ല. അവർ പരലോകത്തും ഭൂമിയിലുള്ള ഹറാമുകളെക്കുറിച്ചും അതായത് നിഷിദ്ധമായതിനെക്കുറിച്ചും
പരലോകത്തുള്ള അശുദ്ധമായതിനെക്കുറിച്ചും പറയുന്നത്. ഭൂമിയിൽ അശുദ്ധമായത് പരലോകത്ത് പരിശുദ്ധമാണ് ഇവർക്ക്. ഭൂമിയിൽ അശുദ്ധമാണെന്ന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള, ഭൂമിയിൽ മ്ലേച്ഛമാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരലോകത്ത് അവർക്ക് റിവാർഡായിട്ട് അള്ളാഹു കൊടുക്കുകയാണെന്നുള്ള രൂപത്തിൽ ജനങ്ങളെ എങ്ങനെ ഈ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ടോക്സിക് ടോക്സിക് അഡിക്ഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഈ ഭൂമിയിൽ ഇത് ടോക്സിക്കാണ്, പക്ഷേ പരലോകത്ത് ഇത് നിങ്ങൾക്ക് റിവാർഡ്, അള്ളാഹു എന്നുള്ള അനുഗ്രഹമാണ്, അള്ളാഹു എന്നുള്ള റിവാർഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയിലേക്കാണ് പരിശുദ്ധതയും ആധ്യാത്മികതയും സൂക്ഷ്മതയും വേണ്ട സ്ഥലമാണ് ദൈവിക സാമ്രാജ്യം, അതായത് ദൈവലോകം, പരലോകം, ആധ്യാത്മിക ലോകം. പക്ഷേ ഈ ഭൂമിയിൽ ദൈവം മോശമാണെന്ന് പറഞ്ഞ കാര്യങ്ങളെ പരലോകത്ത് ദൈവം നിങ്ങൾക്ക് വളരെ ഈ ഒരു ഗിഫ്റ്റ് പോലെ തരുന്ന രൂപത്തിലേക്കാണ് ഇവരുടെ മതവ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. അതേറ്റവും വലിയ പൊള്ളത്തരമാണെന്ന് മനസ്സിലാക്കുക. സത്യം അന്വേഷിക്കുക, സത്യം നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങൾക്ക് മോചനമാണ് ആവശ്യം. നിങ്ങളിങ്ങനെ ആങ്സൈറ്റി അടിച്ച് നടക്കുകയെന്ന് പലതരം ചൂഷണാത്മകമായ മതപ്രഭാഷണങ്ങളും മതനേതൃത്വവും പറയുന്നത് കേട്ട് നിങ്ങൾ വളരെ ആങ്സൈറ്റി വിഷാദരോഗികളായി നിങ്ങളിങ്ങനെ ജീവിച്ചു പോവുക ചെയ്യുന്നത്. നിങ്ങൾ ആ വിഷാദത്തിൽ നിന്ന് പുറത്തു വരും. നിങ്ങളുടെ തന്നെ സെൽഫ് റീക്ലെയിം ചെയ്യും. അങ്ങനെ നിങ്ങൾക്കൊരു ഫ്രീഡമാണ്, അതായത് സ്പിരിച്വൽ ഫ്രീഡം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് ആരാധിക്കാൻ പറ്റും. നിങ്ങൾ സ്പിരിച്വൽ ഫ്രീഡം ഇല്ല. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഈ മെറ്റീരിയൽസ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെറ്റീരിയൽ വർഷിപ്പിലാണ് നിങ്ങളുടെ ഈ സാൽവേഷൻ, മോക്ഷം എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. മെറ്റീരിയൽസിലല്ല നിങ്ങളുടെ സാൽവേഷൻ. നിങ്ങളുടെ അകത്ത് തന്നെയാണ്. നിങ്ങളുടെ മോക്ഷം നിങ്ങളിൽ തന്നെയാണ്. കാരണം നിങ്ങളാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കൺ. നിങ്ങളുടെ ദൈവത്തിൻ്റെ പ്രതിമ മനുഷ്യനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗോഡ് മെയ്ഡ് മാൻ ഇൻ ഈസ് ഓൺ ഇമേജ്. ദൈവം മനുഷ്യനെ അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. ബുഹാരിയിലും ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു അവൻ്റെ സൂറത്തിൽ, അവൻ്റെ ഛായയിൽ തന്നെയാണെന്ന് കാണാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഛായയെ നിങ്ങൾ മറന്നുകൊണ്ട് അത് നിങ്ങളെ മറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും മതസംഘടനക്കാർ തരുന്ന ഈ എല്ലാ ദർഗകളും ഇത്തരം മോടി കൂട്ടിയ ചർച്ചുകളും ക്ഷേത്രങ്ങളും മസ്ജിദുകളുമൊക്കെ നിങ്ങൾക്ക് വലിയ ആത്മീയത വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളാണെന്നുള്ള തലത്തിലേക്ക് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ അങ്ങനെ അതിൻ്റെ അഡിക്ഷനാക്കി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങളെ അവർ അഡിക്ഷനാക്കാൻ കാരണം നിങ്ങളും മറക്കണം, നിങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഐക്കൺ, ഏറ്റവും വലിയ ആസാർ, മസ്ജിദെ ആസാർ എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം എന്നൊക്കെ പറഞ്ഞ് വലിയ പള്ളിയൊക്കെ ഉണ്ടാക്കാൻ 1000 ഉറുപ്പിക കൊടുത്തില്ലേ. അതേപോലെ നിങ്ങളാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആസാർ, അതായത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നം മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഷാറെ മുബാറക്ക് എന്ന് പറയില്ലേ, അതായത് ഷേറെ മുബാറക്ക് മസ്ജിദ് ഉണ്ടാക്കി. മുഹമ്മദ് നബിയുടെ തിരുകേശമാണ് ഷേറെ മുബാറക്ക്, അനുഗ്രഹീതമായിട്ടുള്ള അള്ളാഹുവിൻ്റെ അടയാളം. ഷായിർ അള്ളാഹ് എന്ന് പറയും ഖുർആനിൽ. സഫായും മർവയും ഒക്കെ അള്ളാഹുവിൻ്റെ ഷായിറാണെന്ന്, ഷഹറുകളാണെന്ന്, അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അടയാളം ആരാണ്? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അടയാളം മനുഷ്യനാണ്, നിങ്ങളാണ്. അത് നിങ്ങളെ മറക്കാൻ വേണ്ടി തന്ന ഡ്രഗ്സാണ്, ലഹരി വസ്തുക്കളാണ്. നിങ്ങളുടെ റിഫോർമേഷൻ അല്ലാത്ത എല്ലാ കാര്യങ്ങളും. കാരണം നിങ്ങളുടെ കറപ്ഷനാണിത്, മനസ്സിലായില്ലേ? നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ മോസ്കും ചർച്ചും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ തരുന്നത്. അപ്പം നിങ്ങളിലുള്ള സത്യത്തെ നിങ്ങൾ ഉണർത്തുക, മനസ്സിലായില്ലേ? അതാണ് മൗലാ കോഗ്നിഷൻ ജൗഹർ അലി നക്ഷബന്ദി അൽ ഹസനി നിങ്ങളോട് പറയുന്നത്. നിങ്ങളുള്ള സത്യത്തെയും ചൈതന്യത്തെയും നിങ്ങൾ പാലും തേനും കൂട്ടി വളർത്തുക. പാലും തേനും, മിൽക്ക് ആൻഡ് ഹണി എന്നൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് പല വിഷയങ്ങളെക്കുറിച്ച്. എന്താണ് മിൽക്കും ഹണിയും? ദൈവിക വചനങ്ങളും ആണ് മിൽക്ക്. ഹണി എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മികമാണ്, ആത്മീയതയാണ് തേനും. അപ്പോൾ ദൈവിക വചനങ്ങൾ നിങ്ങൾ ആത്മീയതയുടെ വഴിക്ക് തിരിച്ചുവിടുക, അല്ലാതെ മതസംഘടനകളുടെ വഴിക്കല്ല നിങ്ങൾ തിരിച്ചുവിടേണ്ടത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മിൽക്ക് ഹണി എന്നുള്ള പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. ജെറൂസലേം എന്നാണ് ഒഴുകുകയെന്ന്. പക്ഷെ അത് കേൾക്കുന്ന ജെറൂസലേമിലേക്ക് പോവുക ചെയ്യുന്നത്, അവിടെ താമസിക്കാൻ വേണ്ടി മിൽക്കും ഹണിയും കിട്ടും. പക്ഷേ മിൽക്കും ഹണി കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവിക വചനങ്ങളും ആത്മീയതയാണ്. ഇത് രണ്ടുമാണ് സമന്വയിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ
ഈ മതസംഘടനക്കാർ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആധാർ, ഏറ്റവും വലിയ ഐക്കൺ ആണെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാതെ, അത് ബോധ്യപ്പെടുത്തി തരുന്നവർക്കെതിരെ അവർ വാളോങ്ങുകയാണ് ചെയ്യുന്നത്, നിങ്ങളെ തന്നെ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആ ഒരു അപകടത്തിൽപ്പെടാതെ നിൽക്കുക. ഇത് കാലം മാറി. ഇനി പഴയ ബിസിനസ്സുകളും കച്ചവടമൊന്നും ശരിയാവില്ല. അതിൻ്റെ കാലം കഴിഞ്ഞ് ഇനി ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ്റെയും അതേപോലെ പുനരുത്ഥാനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും കാലമാണ്. നിങ്ങൾ പുനരുത്ഥാന നാളായി. നിങ്ങളുടെ ആത്മാവിനും മനസ്സിനും പുനരുത്ഥാനം വരേണ്ട സമയമായി. മനസ്സിലായല്ലോ? അപ്പോൾ പുനരുത്ഥാന നാളാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത് ഇവിടെ. സ്പിരിച്വൽ റിവൈവൽ, അതാണ് നമുക്ക് ആവശ്യം. ആത്മീയമായിട്ടുള്ള പുനരുത്ഥാനം. അതാണ് ക്രിസ്തു 4-ാം അധ്യായം പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24 ദൈവത്തെ നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കാലം വരും. ജെറൂസലേമിലും അല്ല, മക്കയിലും അല്ല, മദീനയിലും അല്ല. ആത്മാവിലും സത്യത്തിൽ നിങ്ങളെ ദൈവത്തിനെ ആരാധിക്കും നിങ്ങൾ. അത് ഹക്കീക്കത്തും മാരിഫത്തും എന്ന അറബിയിൽ പറയും. സൂഫി ടേംസിൽ ഹക്കീക്കത്തും മാരിഫത്തും, ദൈവിക സത്യത്തിലും ആത്മീയ സത്യത്തിലും നിങ്ങൾ ആരാധിക്കും. ആത്മീയ സത്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സത്യമാണ്. അതായത് നിങ്ങൾ ദൈവിക സത്യത്തിൽ നിങ്ങൾ എന്ത് ഉൾക്കൊണ്ടോ അതാണ് മാരിഫത്ത്. ഹക്കീക്കത്ത് എന്ന് പറയുന്നത് ദൈവിക സൂത്രം, ഡിവൈൻ ട്രൂത്ത് ആസ് ഇറ്റ് ഈസ്. ആത്മീയ സത്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ ട്രൂത്ത് ആസ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു യുവർ കപ്പാസിറ്റി, അക്കോർഡിംഗ് ടു ദ കപ്പാസിറ്റി ഓഫ് സീക്കർ. മനസ്സിലായില്ലേ? അപ്പോൾ ഓരോരോ ആത്മീയ അന്വേഷണം ഓരോരോ സ്പിരിച്വൽ കേപ്പബിലിറ്റി ഉണ്ടാകുക, സ്പിരിച്വൽ കപ്പാസിറ്റി ഉണ്ടാകുക. അപ്പം അതാണ് ആത്മീയ നേതാക്കന്മാർ ആധ്യാത്മിക വിഷയങ്ങൾ പറയുമ്പം അതിൽ വൈവിധ്യങ്ങൾ കാണും. വൈരുദ്ധ്യങ്ങൾ കുറവായിരിക്കും, വൈവിധ്യങ്ങൾ കാണും. അപ്പോൾ അവരുടെ സ്പിരിച്വൽ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അവരുടെ വൈവിധ്യങ്ങൾ ഉണ്ടാകുക. പക്ഷേ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരേ സോഴ്സിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് പല ആധ്യാത്മിക ഗുരുക്കന്മാരും പല ഡയമെൻഷൻസുകളിലും പല തലങ്ങളിൽ ഒരേ സത്യത്തെ അവതരിപ്പിക്കുന്നത്. ആ സത്യത്തിലേക്കാണ് മൗല കോഗ്നിഷൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, നക്ഷബന്ദി റബ്ബാനിവെ നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് ഈ ലോകത്തൊരു വലിയ യുദ്ധം വരികയും ഒരു ലോകത്ത് തന്നെ മൊത്തം ഒരു റീഷേപ്പ്, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ഫാക്ടറി ഡാറ്റ റീസെറ്റ് അത് ഈ ലോകത്ത് നടക്കാൻ പോവുകയാണ്. അങ്ങനെ ലോകം മൊത്തം റീസെറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾ തയ്യാറാണ്. അപ്പം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള എല്ലാ മതസംഘടനകളും മതപ്രസ്ഥാനങ്ങളും ഒക്കെ വേൾഡ് വാർ 3 അത് വരുന്നതോടുകൂടി തകർന്നടിയും. കാരണം എല്ലാ മതങ്ങളുടെയും ഫൗണ്ടേഷൻസ് പണമാണ്, ഫൈനാൻസാണ്, വെൽത്താണ്. ആ വെൽത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, പരബ്രഹ്മം, ഹോളി സ്പിരിറ്റ്, പരമാത്മാവ് അത് എന്ത് ചെയ്യും? തകർത്ത് കളയും. ഫാൾസോഡ് വക്കുൽ ജാൽ ഹക്ക് വസാക്കൽ ബാത്തിൽ, ഖുർആൻ 17-ാം അധ്യായം 85-ാം വചനം കാണാൻ പറ്റും. അതിൽ പറയേണ്ട 17-ാം അധ്യായം 80-ാം വചനം, വക്കുൽ ജാൽ ഹക്ക് വസാക്കൽ ബാത്തിൽ, സത്യം വന്നു അസത്യം പരാജയപ്പെട്ടു. അപ്പം അതൊരു മഹാവിസ്ഫോടനം, ഒരു ബിഗ് ബാങ്ങിൽ കൂടിയാണ് ഈ ഭൂമിയിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതിന് തയ്യാറായിക്കൊള്ളുക. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളിന്ന് കൊണ്ടുനടക്കുന്ന ആത്മീയതയും ഈ മതവും ആത്മീയതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഡിസ്ട്രാക്ഷനാണ്. നിങ്ങളാണ് ഏറ്റവും വലിയ ഐക്കൺ. കഅബയല്ല, മക്കയല്ല, മദീനയല്ല, മസ്ജിദെ ആസാറല്ല, കുരിശല്ല, യേശുവിൻ്റെയും മറിയത്തിൻ്റെയും രേഖാചിത്രമോ ഐക്കണോ അല്ല. നിങ്ങൾ തന്നെയാണ് ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. ഗോഡ് മെയ്ഡ് മാൻ ഇൻ ഈസ് ഇമേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ. സഹീഹ് ബുഖാരിയിലും പറഞ്ഞിരിക്കുന്നത് അള്ളാഹു മനുഷ്യനെ അവൻ്റെ സൂറത്തിൽ, അതായത് അവൻ്റെ ചിത്രത്തിൽ, അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഛായയെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ ആദരിക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സ്പിരിച്വൽ ബീയിങ് ആണെങ്കിൽ നിങ്ങളൊരു ചിത്രത്തിൻ്റെ മുന്നിലും കൊമ്പിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബഹുമാനിക്കുക, ആദരിക്കാം, അമ്പിയാക്കളെയും ഔലിയാക്കളെയൊക്കെ ആദരിക്കുക. പക്ഷേ അത് നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യമാണ്. മനസ്സിലായില്ലേ? നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നിങ്ങളുണ്ടാക്കിയെടുക്കുക. അതാണ് ആധ്യാത്മികത. അപ്പം നിങ്ങൾ മറ്റുള്ള ആളുകളെയും ബഹുമാനിക്കും, ആദരിക്കും. പക്ഷേ മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് മുതലെടുക്കാനാവില്ല. നിങ്ങൾ അവരെയും അവർ നിങ്ങളെയും മുതലെടുക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങളെ തന്നെ ശ്രേഷ്ഠത വരുത്തുക. അതാണ് അതിൻ്റെ ആവശ്യം. നിങ്ങൾ ശ്രേഷ്ഠനാണ്. നിങ്ങൾക്ക് ശ്രേഷ്ഠതെല്ലാം തോന്നിക്കുകയാണ് മറ്റുള്ള എല്ലാ സംവിധാനങ്ങളോട് കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു അടിമത്വം,
ആധ്യാത്മികമായിട്ടുള്ള ഇൻ്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള അടിമത്തത്തിലാണ് നിങ്ങൾ ഈവണ്ണ തെരീക്കത്തുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഇന്നത്തെ തെരീക്കത്ത് സംഘടനക്കാർ, അവരും നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഒരു അടിമത്തത്തിലേക്കാണ്, അല്ലാതെ വിമോചനത്തിലേക്കല്ല. മൗലാന ഷെയ്ഖ് നാസിം അൽ ഹഖാനി പറഞ്ഞത് നിങ്ങൾ വിമോചനത്തിൻ്റെ പാത അന്വേഷിക്കുന്ന ലിബറേറ്റിംഗ് ദ സോൾ എന്ന് പറഞ്ഞ് മൗലാന ഷെയ്ഖ് നാസിം അൽ ഹഖാനിയുടെ പുസ്തകമുണ്ട്, അതൊക്കെ ഒന്ന് വായിക്കും. അപ്പം ശരി, നിങ്ങളെല്ലാവരും എന്താണ് സ്വതന്ത്രരല്ല, നിങ്ങളെല്ലാവരും ആത്മീയ ചൂഷണത്തിൻ്റെ ഇരകളോ അടിമകളോ ആണ്. അത് മനസ്സിലാക്കുക, എന്നിട്ട് സത്യത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുക. അപ്പം ശരി.